എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എയർ ഫ്രയറിൽ ചപ്പാത്തി വെച്ചിട്ട് ചപ്പാത്തി പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചപ്പാത്തി ആദ്യം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എയർ ഫ്രയറിലേക്ക് നമുക്കിതൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് മുട്ട താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് മുട്ട 2 ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ചിക്കനും ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ആദ്യം വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്തെടുത്താൽ മതി. ഞാനപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് സവാള, ക്യാബേജ് ഇതെല്ലാം ചേർത്തെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ചേർത്തെടുക്കാം കേട്ടോ. രാവിലെ നേരം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കഴിച്ചിട്ട് പോകാനും ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് കൊടുത്തു വിടാനും ഇത് സൂപ്പറാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഇടിച്ച മുളകാണ് കേട്ടോ, അതോട് ചേർത്തെടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്. ഇതെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പും മുളകും എല്ലാം ഒന്ന് ഈവനായിട്ട് ചേർന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചീസാണ് കേട്ടോ. ഞാനപ്പോൾ ഗ്രേറ്റഡ് ചീസാണ് കേട്ടോ. ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിറയെ ഇട്ട് കൊടുക്കാം. നമ്മൾ ശരിക്കും പിസ്സ കഴിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീസ്. ഇനിയിപ്പോൾ നമുക്കിത് എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 10 മിനിറ്റ് എന്ന് പറഞ്ഞാലും ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തേനും കറക്റ്റായിട്ട് റെഡിയായി കിട്ടും കേട്ടോ. ഞാനപ്പോൾ ഒരു 10 മിനിറ്റ് ഏകദേശം വെച്ചതേ ഉള്ളൂ. ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാനത് ഓഫാക്കിയിട്ടൊന്ന് തുറന്ന് നോക്കി. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് ഈസിയാണ് നമുക്ക് എയർ ഫ്രയറിൽ പിസ്സയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സൂപ്പറാണ്. നമുക്കൊന്നതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നിറയും കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാ വെജീസും ചീസും മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയച്ചു വരാം.